ഹായ് ഗായ്സ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിസീം എസീക്കിയൽ എഴുതിയ ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ ടി.എസിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. നിസീം എസീക്കിയൽ 16 ഡിസംബർ 1924 ജനിക്കുന്നത്. മരണപ്പെടുന്നത് 9 ജനുവരി 2004. ജനുവരി 9, 2004 അദ്ദേഹം മരണപ്പെടുന്നത്. ഹി വാസ് ആൻ ഇന്ത്യൻ ജൂയിഷ് പോയറ്റ്, ആക്ടർ, പ്ലേറൈറ്റ്, എഡിറ്റർ ആൻഡ് ആർട്ട് ക്രിട്ടിക്. ഹി വാസ് എ ഫൗണ്ടേഷണൽ ഫിഗർ ഇൻ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യാസ് ലിറ്റററി ഹിസ്റ്ററി, സ്പെസിഫിക്കലി ഫോർ ഇന്ത്യൻ പോയട്രി ഇൻ ഇംഗ്ലീഷ്. ഒരു ഇന്ത്യൻ യഹൂദ കവിയും നടനും നാടകകൃത്തും എഡിറ്ററും കലാനിരൂപകനുമായിരുന്നു ഇദ്ദേഹം. കൊളോണിയൽ ഇന്ത്യയുടെ സാഹിത്യ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലെ ഇന്ത്യൻ കവിതകൾക്ക് അദ്ദേഹം അടിത്തറയിട്ട വ്യക്തിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിന് ലഭിച്ച അവാർഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. സാഹിത്യ അക്കാദമി അവാർഡ് 1983, പത്മശ്രീ 1988. അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ടൈം ടു ചേഞ്ച് 1952, 60 poems 1953, The Third 1959, The Unfinished Man 1960, The Exact Name 1965, Hymens and Darkness 1976, etc. സമ്മറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ കവിതയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ ടി.എസ് ഈസ് എ മോണോലോഗ്. ഇതൊരു മോണോലോഗാണ്. എന്താണ് മോണോലോഗ്? എ മോണോലോഗ് ഈസ് എ ലെങ്തി സ്പീച്ച് ഗിവൺ ബൈ വൺ ക്യാരക്ടർ ഇൻ തിയേറ്ററിക്കൽ വർക്ക്, മൂവി ഓർ ലിറ്റററി വർക്ക്. നാടകത്തിലെയോ സിനിമയിലെയോ മറ്റ് സാഹിത്യ സൃഷ്ടിയിലെയോ ഒരു കഥാപാത്രം നടത്തുന്ന ദീർഘമായ പ്രസംഗമാണ് മോണോലോഗ്. ഓക്കെ, നമ്മുടെ ഈ ഒരു കവിത മോണോലോഗാണ്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും വർക്ക്സ് മോണോലോഗായിട്ട് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. In this poem, Nisim Ezekiel describes an occurrence in which a woman, Miss Pushpa, is about to depart India and her friends have planned a goodbye party for her. This poem was included in Ezekiel's 6th collection of poetry, Hymens in Darkness, which appeared in 1976. ഈ കവിതയിൽ ഒരു സ്ത്രീ, അതായത് മിസ് പുഷ്പ എന്നാണ് ആ സ്ത്രീയുടെ പേര്, അവർ ഇന്ത്യ വിടാൻ പോകുന്ന ഒരു സംഭവമാണ് കവി ഇവിടെ വിവരിക്കുന്നത്. അവളുടെ സുഹൃത്തുക്കൾ അവൾക്കായി ഒരു ഗുഡ് ബൈ പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 1976 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഹൈമൻസ് ഇൻ ഡാർക്ക്നെസ് എന്ന 6th കളക്ഷൻ ഓഫ് പോയട്രിയിൽ അദ്ദേഹം ഈ ഒരു പോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കവിതയിൽ മിസ് പുഷ്പ എന്ന ലേഡിക്ക് അവളുടെ സഹപ്രവർത്തകർ ഒരു ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. മിസ് പുഷ്പ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ വിട്ടിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അവൾക്ക് എല്ലാവരും കൂടി ഒരു ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫെയർവെൽ പാർട്ടി എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ ചടങ്ങ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫൊക്കെ അവസാനിക്കുന്ന സമയത്ത് നമുക്കൊക്കെ സെൻഡ് ഓഫ് തരുന്നില്ലേ, അത് തന്നെയാണ് ഫെയർവെൽ പാർട്ടി. കവിതയുടെ സമ്മറി നോക്കാം. ഗുഡ് ബൈ പാർട്ടി ഫോർ മിസ് പുഷ്പ ടി.എസ്. ഫ്രണ്ട്സ്, our dear sister is departing for foreign in 2-3 days and we are meeting today to wish her bon voyage. കവിത ആരംഭിക്കുന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. പുഷ്പയെ ഇവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി എന്നാണ് പ്രസംഗിക്കുന്ന ആൾ അഭിസംബോധന ചെയ്യുന്നത്. പുഷ്പ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് പോവുകയാണ്. പുഷ്പയ്ക്ക് നല്ലൊരു യാത്രയയപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇതാണ് ആദ്യ സ്റ്റാൻസിയിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, യു ആർ ഓൾ നോയിങ് ഫ്രണ്ട്സ് വാട്ട് സ്വീറ്റ്നെസ് ഈസ് ഇൻ മിസ് പുഷ്പ. I don't mean only external sweetness, but internal sweetness. Miss Pushpa is smiling and smiling, even for no reason but simply because she is feeling.
നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ പുഷ്പ എത്രമാത്രം സ്വീറ്റ്നെസ് ആയിട്ടുള്ള ലേഡിയാണെന്ന്. ഞാൻ അവളെ പുറമേ കാണുമ്പോഴുള്ള ലുക്ക്, അതായത് ആ ഒരു സ്വീറ്റ്നെസ് മാത്രമല്ല ഉദ്ദേശിച്ചത്, ഇൻറ്റേർണൽ സ്വീറ്റ്നെസ്സും കൂടിയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അകമയുള്ള സ്വീറ്റ്നെസ്. പുഷ്പ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ്. ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ചിരിച്ച മുഖം കാണുമ്പോൾ എപ്പോഴും പോസിറ്റിവിറ്റിയാണ് തോന്നുന്നത് അല്ലേ? അതുപോലെ പുഷ്പ എല്ലാ സമയവും ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മുഖത്തെന്നും ഒരു പുഞ്ചിരി ഉണ്ടാകും. ഓക്കെ, പുഷ്പയ്ക്ക് ചിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ എപ്പോഴും അവളുടെ ഫേസിൽ ആ ഒരു ചിരി ഉണ്ടാവും, ആ ഒരു പ്രകാശം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്ന ആ ഒരു സ്മൈൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പ്രസംഗിക്കുന്ന ആളിവിടെ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ അവളുടെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട്, വ്യക്തിത്വത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് അവളുടെ ഫാമിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മിസ് പുഷ്പ ഈസ് കമ്മിങ് ഫ്രം വെരി ഹൈ ഫാമിലി. ഹെർ ഫാദർ വാസ് റിനൗണ്ട് അഡ്വക്കേറ്റ് ഇൻ ബൾസാർ ഓർ സൂറത്ത്. ഐ ആം നോട്ട് റിമെമ്പറിങ് നൗ വിച്ച് പ്ലേസ്. പുഷ്പ വരുന്നത് വളരെ വെൽത്തി, അതായത് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നാണ്. പുഷ്പയുടെ അച്ഛൻ പേരുകേട്ട നല്ലൊരു അഡ്വക്കേറ്റാണ്. അവളുടെ അച്ഛൻ ബൾസാറിലാണോ അതോ സൂറത്തിലാണോ അഡ്വക്കേറ്റായിട്ട് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ലെന്നാണ് പ്രസംഗിക്കുന്ന ആൾ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. സൂറത്ത്. യെസ്. വൺസ് ഓൺലി ഐ സ്റ്റേഡ് ഇൻ സൂറത്ത് വിത്ത് ഫാമിലി മെമ്പേഴ്സ് ഓഫ് മൈ അങ്കിൾസ് വെരി ഓൾഡ് ഫ്രണ്ട്. His wife was cooking nicely. That was long time ago. ഇനി പ്രസംഗിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് മെമ്മറീസ് പറയുകയാണ്. ഇത്രയും കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞത് അച്ഛൻ സൂറത്തിലാണോ അതോ ബൾസാറിലാണോ ജോലി ചെയ്യുന്നതെന്ന് അറിയില്ല എന്നാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ്, സൂറത്തിലാണ് പുഷ്പയുടെ അച്ഛൻ ജോലി ചെയ്യുന്നത് എന്ന്. അന്നേരം അദ്ദേഹം പറയുകയാണ്, അതെ സൂറത്ത് തന്നെയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. പ്രസംഗിക്കുന്ന ആൾ സൂറത്തിൽ ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ആ മെമ്മറിയാണ് അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത്. അവിടെ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അങ്കിളിന് ഒരു വയസ്സായ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഈ പ്രസംഗിക്കുന്ന ആൾ താമസിച്ചിരുന്നത്. അവരുടെ വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് ഇദ്ദേഹം പറയുകയാണ്. അദ്ദേഹം സൂറത്തിൽ താമസിച്ചത് വളരെ പണ്ടായിരുന്നു. കമ്മിങ് ബാക്ക് ടു മിസ് പുഷ്പ, ഷീ ഈസ് മോസ്റ്റ് പോപ്പുലർ ലേഡി വിത്ത് മെൻ ഓൾസോ ആൻഡ് ലേഡീസ് ഓൾസോ. കഴിഞ്ഞ സ്റ്റാൻസയിൽ പ്രസംഗിക്കുന്ന ആളുടെ മെമ്മറി ഷെയർ ചെയ്തു. ഇനി അദ്ദേഹം പറയാണ്, നമുക്ക് പുഷ്പയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മെമ്മറി ഷെയർ ചെയ്തതിന് ശേഷം പുഷ്പയെ പറ്റിയിട്ടാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. പുഷ്പ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അത് മെയിൽസിൻ്റെ ഇടയിലായാലും ഫീമെയിൽസിൻ്റെ ഇടയിലായാലും അവൾ ഭയങ്കര ഫേമസ്, പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെനെവർ ഐ ആസ്ക്ഡ് ഹെർ ടു ഡു എനിത്തിങ് ഷി വാസ് സെയിങ് ജസ്റ്റ് നൗ ഓൺലി ഐ വിൽ ഡു ഇറ്റ്. ദാറ്റ് ഈസ് ഷോയിങ് ഗുഡ് സ്പിരിറ്റ്. ഐ ആം ഓൾവേസ് അപ്രീഷിയേറ്റിംഗ് ദ ഗുഡ് സ്പിരിറ്റ്. പ്രസംഗിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഏത് സമയത്ത് ചോദിച്ചാലും, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ പോലും പുഷ്പ നോ എന്ന് പറയാറേയില്ല. യെസ്, ഞാൻ ചെയ്തു തരാം. ഓക്കെ, അവൾ ഏത് സമയത്തും ആര് ഹെൽപ്പ് ചോദിച്ചാലും അത് ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെയാണ് പുഷ്പ പറയുക. എപ്പോൾ വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, ഞാൻ റെഡിയാണ്, അങ്ങനെ പറയാറുള്ളൂ. അത് അവളുടെ ഗുഡ് സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പുഷ്പയുടെ ഗുഡ് സ്പിരിറ്റിനെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ഈ വരികളിൽ ചെയ്യുന്നത്. പുഷ്പ മിസ് ഈസ് നെവർ സെയിങ് നോ. വാട്ട് എവർ ഐ ഓർ എനിബഡി ഈസ് ആസ്കിങ്, she is always saying yes. And today she is going to improve her prospect and we are wishing her bon voyage. Now I ask other speakers to speak and afterwards Miss Pushpa will do summing up. നമ്മൾ അവളോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ അവൾ നോ എന്ന് പറയാറില്ല. ഞാനല്ല, മറ്റ് ആര് വന്ന് അവളുടെ ഹെൽപ്പ് ചോദിച്ചാലും അവൾ യെസ് എന്ന് മാത്രമേ പറയൂ. ഞാൻ ചെയ്തു തരാം എന്ന് മാത്രമേ അവൾ ആൻസർ പറയാറുള്ളൂ. ഇന്ന് അവൾ പോകുകയാണ്. അതുകൊണ്ട് നമുക്ക് അവൾക്കൊരു ഹാപ്പി ജേണി ആശംസിക്കാം. ബോൺ വോയേജ് എന്നാൽ ഹാപ്പി ജേണി. അവൾ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവൾക്കൊരു ഹാപ്പി ജേണി പറയാം അല്ലേ? ഹാപ്പി ജേണി ആശംസിക്കാം. അവസാനം അദ്ദേഹം മറ്റ് കൊളീഗ്സിനോട് സംസാരിക്കാൻ, അവളെപ്പറ്റി 2-3 വാക്ക് സംസാരിക്കാൻ വേണ്ടി അവസരം നൽകുകയാണ്.
എല്ലാവരും സംസാരിച്ചതിന് ശേഷം മിസ് പുഷ്പയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകാം എന്നാണ് അദ്ദേഹം പറയുന്നത്.